സോ ഹായ് ഓൾ, നമ്മളൊരു പുതിയ സെഷൻക്ക് മൂവ് ചെയ്യണം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്, അല്ലെ? സോ ഇത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിന്റെ ഐ തിങ്ക് 4ാമത്തെ സെഷൻ ആണെന്ന് തോന്നുന്നു. സോ ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഇനിയുണ്ട്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു സെഷൻ കൂടെ ആയാൽ ഈ ചാപ്റ്റർ ഏകദേശം തീർന്നു. നമ്മളെല്ലാം എന്താ പറയാ കവർ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാപ്പിലാരിറ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്, അല്ലെ? കാപ്പിലാരിറ്റിനെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഓക്കെ, അപ്പോ എന്താ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിലൂടെ, ഓക്കെ, ഇപ്പൊ ഒരു നാരോ പൈപ്പ് അല്ലെങ്കിൽ നാരോ ട്യൂബിലൂടെ ഒരു ഫ്ലൂയിഡിനെ റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാൾ ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് കാപ്പിലാരിറ്റി. നമ്മളത് ഓൾറെഡി പഠിച്ചു. പിന്നെ 2 ടൈപ്പ് കാപ്പിലാരിറ്റി ഉണ്ട്. കാപ്പിലാരിറ്റി റൈസ് ഉണ്ട്. റൈസിന് വേറൊരു പേര് വിളിക്കും, എന്താ? കാപ്പിലാരിറ്റി അസെന്റ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ കാപ്പിലാരിറ്റി ഫാൾ ഉണ്ട്. അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും. എന്താണ് ആ കാപ്പിലാരിറ്റി ഫാളിന്റെ വേറെ പേര് വിളിക്കും, ഡിസെന്റ് എന്നും വിളിക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ്. കാരണം ഇത് വെച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. എൻട്രൻസുകാരൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കാപ്പിലാരിറ്റി ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും അവർ ചോദിക്കും. എപ്പോ എക്സാം ഈസി ആയാൽ മാത്രം. ഈസി അല്ലെങ്കിൽ ബെർണോളി എന്നാണ് ചോദിക്കുക. ബെർണോളി എന്താന്നുള്ളതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറയാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ, സോ ഇതാണ് കാപ്പിലറി റൈസിൽ. ഇനിയിപ്പോ കുറച്ച് 2-3 നോട്ടും അങ്ങനെ കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ കാപ്പിലറി റൈസ് ഏകദേശം നമ്മൾ തീരുമാനമാക്കും. ഓക്കെ, അതില് ഇടക്കിടക്ക് നിങ്ങൾ ബോർഡ് എക്സാമിന് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി അസെന്റ്. കാപ്പിലറി അസെന്റ് അല്ലെങ്കിൽ കാപ്പിലറി റൈസിന് നമ്മൾ എന്താ പറയാ ഉണ്ടാക്കാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, എപ്പോഴും ചോദിക്കൂല, ബട്ട് ഇടക്കിടക്ക് 3 മാർക്കിന് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ എല്ലാവരും ഹെഡിങ് കൊടുക്കുക, എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി അസെന്റ്. ഓക്കെ, അപ്പൊ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി അസെന്റ് എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ എന്താ പറയാ ഒരു ബീക്കർ എടുക്കുകയാണ്. ഓക്കെ, ബീക്കർ എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ ഇത് വളരെ കണ്ണിങ് ആയിട്ട് ഇത് വരക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു ബീക്കർ എടുക്കാൻ പോവാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ബീക്കർ. ബീക്കറെ കുറച്ച് വലിപ്പം കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അതിലൊന്നും വലിയ കാര്യമില്ല. സോ ഞാനൊരു ബീക്കർ വരക്കാൻ പോവാണ്. ബീക്കറിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം, അതും ഒരു വലിയ വിഷയമല്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ബീക്കറിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. വെള്ളോ എന്ത് സാധനമായാലും കുഴപ്പമില്ല, വെള്ളോ വറ്റോ എന്ത് സംഭവമായാലും കുഴപ്പമില്ല, ഫ്ലൂയിഡ് ആയാൽ മതി. ഓക്കെ, സോളിഡ് ഒന്നും കൊണ്ടേ എന്തായിരുന്നു നടക്കരുത്. ഓക്കെ, സോ എന്താ പറയാ ഇതില് ഏകദേശം ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം എന്താ പറയാ നിറഞ്ഞിരിക്കാന്ന് കൂട്ടിക്കോ. ഓക്കെ, അപ്പൊ ഏകദേശം ഈ സാധനം നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒരു എന്താ പറയാ ഒരു ട്യൂബ് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ട്യൂബ് വെക്കാൻ പോവാണ്. ഓക്കെ, സോ ഓക്കെ, ഇത് മതി ആ ട്യൂബ്. സോ ഇതൊരു ട്യൂബ് നമ്മൾ വെച്ചു. സോ സ്വാഭാവികമായിട്ടും അറിയാം ട്യൂബ് വെച്ചു. സോ ഇതാണ് ട്യൂബ്. സോ ചെറിയ കുഴപ്പം കൂടെ ഉണ്ട്, ട്യൂബിന്റെ തലയും വാലൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. സോ അതും കൂടെ കട്ട് ചെയ്യട്ടെ. ഓക്കെ, സോ എന്നാലല്ലേ റൈസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എന്നാലല്ലേ റൈസ് ചെയ്യുള്ളൂ. സോ ട്യൂബിന്റെ തലയും പോലെ കട്ട് ചെയ്തു, കുറച്ച് വലുപ്പത്തിൽ വരച്ചതാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട്. സോ ഇങ്ങനെ ഒരു ട്യൂബ് കൂടെ വെച്ചാൽ എന്താ സംഭവിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പില് ഇങ്ങനെ ഒരു ട്യൂബ് കൂടെ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ റൈസ് ചെയ്യും, അല്ലെ? അപ്പൊ ഇതിങ്ങനെ റൈസ് ചെയ്യും, ഇതിങ്ങനെ റൈസ് ചെയ്ത് ഇതിങ്ങനെ കയറും. ഓക്കെ, സോ കയറി കുറച്ച് കയറിക്കോട്ടെ. ഓക്കെ, സപ്പോസ് എന്താ പറയുക ഇതുവരെ ഇത് കയറി. ഓക്കെ, പിന്നെ സാധാരണ വെള്ളം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണോ കിടക്കുക? അല്ല, വെള്ളം ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കൂല. എങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിൽ ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിലാണ് കിടക്കുക, അല്ലെ? ഓക്കെ, നമ്മൾ പണ്ടല്ല നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു കോൺകേവ് ഷേപ്പിലാണ് വെള്ളം ഇങ്ങനെ കിടക്കുക. ഓക്കെ, അതിന്റെ സർഫസ് ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും. നമ്മൾ പാടത്തും പരമ്പിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിലാണ് കിടക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓർത്താൽ മനസ്സിലാവും. കാരണം ഒരു ടൈപ്പ് ഓഫ് കോൺകേവ് മെനിസ്കസ് രൂപത്തിലാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അല്ല വെള്ളം കിടക്കുക. ഓക്കെ, സോ അതിനും ഇവിടെ റോൾ ഉണ്ട്. കാരണം അതെന്തിനാ അങ്ങനെ വരച്ചത് ചോദിച്ചാൽ അതിനും ഇവിടെ നമുക്ക് കളിയുണ്ട്. സോ ഞാനിത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മെനിസ്കസ് ടൈപ്പിന് ഇങ്ങനെ വരയ്ക്കുകയാണ്. സോ ആ പ്രശ്നവും തീർന്നു. ഓക്കെ, ഇനി ഞാൻ കുറെ പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഞാൻ ആ പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. സപ്പോസ് ഇവിടെ ഉള്ള ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിന് ഞാൻ എ എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? എ എന്ന് വിളിച്ചു. പിന്നെ അതിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് തന്നെ, അതും ഈ പോയിന്റ് ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ്. സോ അതിന് ഞാൻ ബി എന്ന് വിളിച്ചു. ഓക്കെ,
സോ അതിന് ഞാൻ എന്താ വിളിച്ചേ, ബി എന്ന് വിളിച്ചു. ഓക്കെ, അത് ഞാൻ ബി എന്ന് വിളിച്ചു. പിന്നെ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, ഓക്കെ, അത് ഞാൻ ബി എന്ന്, ഓക്കെ, ബി കുറച്ചും കൂടെ രസത്തിൽ വരക്കാം. ഓക്കെ, സോ അത് ഞാൻ ബി എന്ന് വിളിച്ചു. മക്കളെ, ഞാൻ അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകണം. എന്താ വെച്ചാൽ ഈ പൈപ്പിന് ഒരു റേഡിയസ് ഉണ്ട്. ഓക്കെ, സോ ഈ പൈപ്പിന് റേഡിയസ് ഉണ്ട്. ആ റേഡിയസ് 6 ആണ്. ഈ പൈപ്പിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഇനി ഇനി നമ്മൾ കാപ്പിലറി റൈസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, കാപ്പിലറി റൈസ് ഉണ്ടായ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ്, കാപ്പിലറി റൈസ് ഉണ്ടായ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇവിടെ. ഓക്കെ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിന്റെ കുറച്ച് ടോപ്പ് മോസ്റ്റ് പോയിന്റിന്റെ കുറച്ച് താഴെ എടുത്തു. ആ പോയിന്റ് ആണ് സി. ആ പോയിന്റ് ആണ് സി. ഇനി അതിന്റെ നേരെ മുകളില് കാപ്പിലറി റൈസ് ഇവിടെ ഒന്നും വെള്ളം ഇല്ലല്ലോ. സോ ആ വെള്ളം ഇല്ലാത്ത പോയിന്റിന് ഞാൻ ഡി എന്ന് എടുത്തു. ഓക്കെ, വെള്ളം ഇല്ലാത്ത പോയിന്റ് ആണ് ഡി. ആ വെള്ളമുള്ള ലാസ്റ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് സി. ഓക്കെ, വെള്ളമുള്ള ലാസ്റ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് സി. ഇനി 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 നമ്മൾ നോക്കുന്നത് ഇവിടെയുള്ള സി ഉണ്ടല്ലോ, സി മുതൽ എ വരെയുള്ള ഹൈറ്റ് ആണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ സി മുതൽ, അവിടെ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ സി മുതൽ എ വരെയുള്ള ഹൈറ്റ്, സി മുതൽ എ വരെയുള്ള ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, സി മുതൽ എ വരെയുള്ള ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സി മുതൽ എ വരെയുള്ള ഹൈറ്റ് എച്ച് ആണ്. സോ ബാക്കി ഇപ്പൊ എല്ലാം ഓക്കെ ആയി. സി മുതൽ എ വരെയുള്ള ഹൈറ്റ് എച്ച് ആണ്. അപ്പോ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ മുകളിലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവുക, ഇങ്ങനെ വെള്ളത്തിന്റെ പോലെ ഇതേപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മുകളിലത്തെ പോയിന്റും എങ്ങനെയാണ് ഉണ്ടാവുക, ഇതേപോലെ ഇതേപോലെ ഇങ്ങനെയാണ് ഉണ്ടാവുക. കാരണം അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഏതൊരു വാട്ടർ സർഫസ് ആണെങ്കിലും ഇതേപോലെ കോൺകേവ് മെനിസ്കസ് ആണ് അവിടെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, കോൺകേവ് മെനിസ്കസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതും സെറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ എഴുതിയ സംഭവങ്ങളൊക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കാം. എന്തൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത്. കൺസിഡർ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് ആർ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കാപ്പിലറി ട്യൂബ് ഉണ്ട്. അതിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി. ഓക്കെ, അതൊരു ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ഞാൻ ഇവിടെ റോ എന്ന് കൊടുക്കാൻ മറന്നുപോയി. സോ കൊടുക്കുക. Okay, so are dipped vertically in a liquid of density rho and surface tension S. Okay, അപ്പൊ നമ്മൾ പറയാൻ പറഞ്ഞൊരു കാര്യം, ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഈ ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ എസ് ആണെന്നൊന്നും പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്തത്, ദ മെനിസ്കസ് ഓഫ് ദ ലിക്വിഡ് ഇൻസൈഡ് ദ ട്യൂബ് ഈസ് കോൺകേവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെനിസ്കസ് എന്താണ്, ഒരു കോൺകേവ് ആണ്. ഈ മെനിസ്കസ് ഒരു കോൺകേവ് ആണ്. കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോൺകേവ് ആണ്. കോൺവെക്സ് ആണെങ്കിലോ അതാ ഇതേപോലെ പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്നതാണ് കോൺവെക്സ്. നമ്മൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒക്കെ പഠിച്ചിട്ടില്ലേ, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ കോൺകേവ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, കോൺകേവ് മിറർ ആണെങ്കിൽ അത് നേരെ ഇങ്ങനെ വരും. അപ്പൊ അത് കറക്റ്റ് കോൺകേവ് ആയി. അപ്പൊ അതാണ് ദ മെനിസ്കസ് എന്ന് പറഞ്ഞതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭാഗം. ഓക്കെ, മെനിസ്കസ് ഓഫ് ദ ലിക്വിഡ് ഇൻസൈഡ് ദ ട്യൂബ് ഈസ് കോൺകേവ്. ഓക്കെ, ഹെൻസ് ദ ലിക്വിഡ് റൈസസ് ത്രൂ ദ ട്യൂബ് അപ് ടു എ പെർട്ടിക്കുലർ ഹൈറ്റ് എച്ച് നോൺ ആസ് കാപ്പിലറി ഹൈറ്റ് എച്ച്. യെസ്, സോ ഈ ലിക്വിഡ് എന്ത് ചെയ്തു, ഈ ഒരു താഴത്തു നിന്നുള്ള പോയിന്റ് നിന്ന് ഈ ഒരു എച്ച് ഹൈറ്റ് വരെ എന്ത് ചെയ്തു, ഈ ഒരു എച്ച് ഹൈറ്റ് വരെ അതെന്ത് ചെയ്തു, ഈ ഒരു എച്ച് ഹൈറ്റ് വരെ എന്ത് ചെയ്തു, എച്ച് ഹൈറ്റ് വരെ ഇതിന്റെ വെള്ളം അല്ലെങ്കിൽ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്തു. സോ ഈ ഒരു എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സോ എച്ച് ഹൈറ്റിൽ അത് ഇൻക്രീസ് ചെയ്താൽ ഈ എച്ചിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറി, എന്താ പറയാ, കാപ്പിലറി റൈസ് എന്നാണ് എന്ത് ചെയ്യാം നമ്മൾ അതിനെ വിളിക്കുക. കാരണം കാപ്പിലറി റൈസ്. ഓക്കെ, അല്ലെങ്കിൽ കാപ്പിലറി ഹൈറ്റ്, കാപ്പിലറി റൈസ് എന്ന് വിളിക്കേണ്ട, കാപ്പിലറി ഹൈറ്റ് എന്ന് വിളിച്ചു. അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ആ വാട്ടർ ലെവലിനേക്കാൾ കുറച്ചും കൂടെ ഈ ട്യൂബിൽ ഇത്രത്തോളം കയറിയ ആ ഹൈറ്റിനെയാണ് വി വിൽ കോൾ ആസ് കാപ്പിലറി ഹൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പറയാം. ഇനി ഇവിടെ ഒരു ലെറ്റ് ആർ ഡാഷ്, അവിടെ ഒരു ആർ ഡാഷ് കണ്ടു. ലെറ്റ് ആർ ഡാഷ് വിത്ത് റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് വേണം. അതേപോലെ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് മെനിസ്കസ് ആണ്. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ, ഈ ഒരു സാധനം ഉണ്ടല്ലോ. സോ ഇവിടുത്തെ ഈ ഒരു കോൺകേവ് മെനിസ്കസ് നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് നോക്കിയാൽ, ഓക്കെ, നമുക്കത് ഇങ്ങനെ എൻലാർജ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ ഒരു സർക്കിൾ ഇവിടെ വരക്കാം. ഓക്കെ, നിങ്ങൾ നല്ല കറക്റ്റ് ഈ സർക്കിൾ വരക്കണം. ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് ഇവിടെ വരക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് ഇവിടെ വരക്കാം. നമ്മൾ ഈ സാധനത്തിന് ഇങ്ങനെ എൻലാർജ് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ടാൻജന്റ് ഇങ്ങോട്ട്, നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വേണമല്ലോ അല്ലെ. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നമുക്ക് നിർബന്ധമാണ്. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റുകൾ തമ്മിലുള്ള ഇത്. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതാ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ കളർ ഞാൻ വേണമെങ്കിൽ ഒന്ന്, ഓക്കെ, അപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഉണ്ട്, തീറ്റ. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്യാനാണ് ഞാൻ അത് ജസ്റ്റ് എന്ത് ചെയ്തത്, ഏത് കളർ എടുക്കും. ഓക്കെ, അപ്പൊ okay, I'm extremely sorry. Okay,
അപ്പോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നമ്മൾ ഇങ്ങനെ ടാൻജന്റ് ആക്കിയാണ് വരയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ സോ ഇവിടുത്തെ തീറ്റ, അപ്പൊ ഇവിടെ ഒരു തീറ്റ ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. സോ വി വിൽ കോൾ ദാറ്റ് ആംഗിൾ ആസ് തീറ്റ. ഓക്കെ, സോ ഇവിടെ ഉണ്ടായ ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, തീറ്റയ്ക്ക് ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് കളർ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ വേറെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടുന്ന് ചെറിയൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, ഇവിടെ നേരെ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, കാരണം ഉണ്ടാക്കണം, മസ്റ്റ് ആണ്. സോ ഒന്ന് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, സോ ഒന്ന് എന്താ പറയാ ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, അപ്പൊ ഒന്ന് എന്താ പറയാ ഇങ്ങോട്ട് വെച്ചു. അതേപോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതേപോലെ ഇവിടുന്ന് നേരെ മുകളിലോട്ട് ഒരു വരാം. ഓക്കെ, ഇവിടെ നേരെ മുകളിലോട്ട് ഒരു വരാം. ഓക്കെ, ഇവിടുന്ന് നേരെ മുകളിലോട്ട് ഒരു വരാം. പിന്നെ അതിന് ശേഷം ഇവിടെ നേരെ താഴോട്ട്. ഓക്കെ, ഇവിടെ നേരെ താഴോട്ട്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയെന്നുണ്ടെങ്കിൽ ഇവിടുന്നോട്ട് ഇതാണ് ഇതിന്റെ സെന്റർ എന്നുണ്ടെങ്കിൽ, ഓക്കെ, സപ്പോസ് ഇതിന്റെ സെന്റർ O എന്നുള്ള പോയിന്റ് ആണ്. സപ്പോസ് ഈ സർക്കിളിന്റെ സെന്റർ O ആണെങ്കിൽ ഇവിടുന്നോട്ട് ഈ ഒരു സർക്കിളിന് ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരമാണ് R', അതായത് റേഡിയസ്. ഈ ഒരു മെനിസ്കസ് ഇതാ ഇവിടെ ഉണ്ടായ മെനിസ്കസ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായ മെനിസ്കസിന്റെ റേഡിയസ് ആണ് R' എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടായ മെനിസ്കസിന്റെ റേഡിയസ് ആണ് R'. അതാണ് പറഞ്ഞത് എന്ത്, ലെറ്റ് R' വിത്ത് ദ റേഡിയസ് ഓഫ് മെനിസ്കസ്. ഓക്കെ, പിന്നെ ഇവിടെ തീറ്റ ആംഗിൾ ആണെങ്കിൽ ഓബ്വിയസ്ലി ഈ ഭാഗത്തും എന്തായിരിക്കും, തീറ്റ തന്നെ ആയിരിക്കും. ഈ ഭാഗത്തും ഓബ്വിയസ്ലി തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇത് ഡി എന്നുള്ള പോയിന്റ് ആട്ടോ. ഇനി രണ്ട് ഓയും കൂടെ കണ്ടിട്ട് മാറാൻ നിൽക്കരുത്. ഓക്കെ, ഈ ഒരു പോയിന്റിന്റെ പേര് ഡി ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഡി ആണ്. നമ്മൾ നേരത്തെ എടുത്ത മെനിസ്കസിന് തൊട്ട് മുകളിലുള്ള ആംഗിൾ ആണ്, ഡി ആണ് കേട്ടോ, ഡി. ഓക്കെ, പിന്നെ ഇവിടെ ഒ ഡി, പിന്നെ ഈ ഒരു പോയിന്റ് ഉണ്ട്, അതിന് ഞാൻ ഇ എന്നും കൂടെ വിളിക്കുകയാണ്. സോ ട്രയാംഗിൾ അണ്ടർസ്റ്റുഡ് ആണ്, ഒ ഡി ഇ ആണ്. ഇവിടെ തീറ്റ ആണെങ്കിൽ മുകളിലും തീറ്റ ആയിരിക്കും. ഓക്കെ, സോ R' എന്ന് പറഞ്ഞാൽ എന്താണ്, R' എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ മെനിസ്കസിന്റെ റേഡിയസ് ആണ്. സോ യു ഹാവ് ടു മാർക്ക് ഇറ്റ് ഹിയർ. ഓക്കെ, ലെറ്റ് R' വിത്ത് ദ റേഡിയസ് ഓഫ് ദ മെനിസ്കസ് ആൻഡ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വിച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്, കുറച്ചുണ്ട്. ഓക്കെ, we know that the pressure just below the concave side of the liquid meniscus in the tube will be less than the above it by an amount of 2s by R' since the tube is exposed to atmosphere. ഓക്കെ, സിൻസ് ദ ട്യൂബ് ഈസ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ. ഒന്നും മനസ്സിലായിട്ടല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഓരോരോ സംഭവങ്ങൾ നോക്കുകയാണ്. അതുപോലെ ഓരോരോ പ്രഷറുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ഈ ഡെറിവേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. പ്രഷർ അറ്റ് ദ മെനിസ്കസ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം പ്രഷർ. ഓക്കെ, ഇവിടുന്ന് കുറച്ചുണ്ട് ഡെറിവേഷൻ. പ്രഷർ എന്താ പറയാ ജസ്റ്റ് അബോവ് ദ മെനിസ്കസ്. ഓക്കെ, പ്രഷർ ജസ്റ്റ് എന്താ പറയാ എബോവ് ദ മെനിസ്കസ്. പ്രഷർ ജസ്റ്റ് എബോവ് ദ മെനിസ്കസ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണോ, പ്രഷർ അറ്റ് ദ മെനിസ്കസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, പ്രഷർ അറ്റ് ദ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഈ സി എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ പ്രഷർ ജസ്റ്റ് അബോവ് ദ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഈ സിന്റെ മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഡി. ആ ഡി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡി ഒരിക്കലും ലിക്വിഡിലല്ല നിൽക്കുന്നത് അല്ലെ. ഈ ഡി ഒരിക്കലും ലിക്വിഡിലല്ല നിൽക്കുന്നത്, ലിക്വിഡിനേക്കാൾ മുകളിലാണ്. സോ ലിക്വിഡിലാണെങ്കിൽ നമുക്ക് HROG എന്നുള്ള ടേം ഇമ്പോർട്ടന്റ് ആയിരുന്നു. ബട്ട് അത് ലിക്വിഡിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പകരം ഇത് ഈ അറ്റ്മോസ്ഫിയറിനെ ഏറ്റവും കോൺടാക്ട് ചെയ്തിട്ടാണ് ഡി എന്നുള്ള പോയിന്റിൽ നിൽക്കുന്നത്. കാരണം ഈ ഫ്ലൂയിഡിനേറ്റും ഇതിന് കോൺടാക്ട് ഇല്ല, ഇതിന്റെ ഉള്ളിലാണെന്ന് മാത്രം. പക്ഷെ ഫ്ലൂയിഡിനേറ്റും അല്ലെങ്കിൽ ഫ്ലൂയിഡിനേറ്റും ഒരു കോൺടാക്റ്റും ഇല്ല. സോ ഈ ഡി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. സോ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ തന്നെ ആയിരിക്കും എന്താ പറയാ പ്രഷർ ജസ്റ്റ് അബോവ് ദ മെനിസ്കസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് ഡി ആണ് കേട്ടോ. പ്രഷർ ജസ്റ്റ് അബോവ് ദ മെനിസ്കസ് പറഞ്ഞ പോയിന്റ് ഡി ആണ്. സോ പ്രഷർ അറ്റ് എന്താ പറയാ ഡി, പ്രഷർ അറ്റ് ഡി, ഞാൻ അതിനെ പി ഡി എന്ന് എടുക്കുകയാണ്. പ്രഷർ അറ്റ് ഡിനെ പി ഡി എന്ന് എടുക്കുകയാണ്. അതെന്തായിരിക്കും, പി എ ആയിരിക്കും. ഓക്കെ, പി എ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറിയാത്തവരെ എഴുതി വെക്കുക. പി എ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്ഫിയറിക് എന്താ പറയാ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ഓരോ പോയിന്റിലെ പ്രഷറും നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പൊ ഡിയുടെ പോയിന്റ് കിട്ടും. ഇനി നമ്മൾ അടുത്തത് എ നോക്കും, ബി നോക്കും, പിന്നെ ഇവിടെ ഒരു സി ഉണ്ടല്ലോ മെനിസ്കസിലുള്ള. അങ്ങനെ എല്ലാ പ്രഷറുകളും നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രഷർ അറ്റ് സി നോക്കണം. അപ്പൊ സിയിലെ പ്രഷർ എന്താ നോക്കണം. അപ്പൊ ഇനി അടുത്തത് പ്രഷർ അറ്റ് സി. ഓക്കെ, പ്രഷർ എന്താ പറയാ അറ്റ് പോയിന്റ് സി, പ്രഷർ അറ്റ് പോയിന്റ് സി. ഓക്കെ, പ്രഷർ അറ്റ് പോയിന്റ് സിക്ക് ഞാൻ പി അറ്റ് സി എന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പി സി എന്ന് വിളിക്കാം. പി സി എടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ പി സിക്കാണ് നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിട്ടുള്ളത്. വി നോ. ഓക്കെ, ഇത് ഒരു ലിക്വിഡ് ആണ്. ഓക്കെ, ഇതൊരു ലിക്വിഡ് ആണ്, ഒരു ലിക്വിഡ് ബബിൾ അല്ല. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം, ഒരു ലിക്വിഡ് ബബിൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടത്
ഒരു ബബിൾ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആണ് ഈ സാധനം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഭാഗം ഒരു ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ അതിന്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 2s/r ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തതാണ്. ഇവിടെ ഒരു എക്സസ് പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 2s/r ആണ്. ഓക്കെ, ശരിക്കും ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ പ്രഷർ എന്ന് കാണാനുള്ള ഇക്വേഷൻ 2s/r ആണ്. ഓക്കെ, കാരണം എയറിലാണ് നിൽക്കുന്നത്, താഴേക്ക് ലിക്വിഡ് ഉണ്ടാവും നോക്കണ്ട. പക്ഷെ ഇവിടുത്തെ റേഡിയസ് എന്താണ്, r' ആണ്. സോ 2s/r' ആണ്. പക്ഷെ നമ്മളത് അങ്ങനെ ഓടിച്ചെന്ന് വണ്ടി ചെന്ന് കൊടുക്കാൻ പറ്റൂല. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വി നോ ദാറ്റ് ദ പ്രഷർ ജസ്റ്റ് ബിലോ കോൺകേവ് സൈഡ് ഓഫ് ദ ലിക്വിഡ് മെനിസ്കസ് ഇൻ ദ ട്യൂബ് ഓക്കെ വിൽ ബി ലെസ് ദാൻ ദ എബോവ് ബൈ ആൻ എമൗണ്ട് ഓഫ് 2s/r'. ഓക്കെ, അതായത് ഈ പ്രഷർ, ഈ ഡി എന്നുള്ള പോയിന്റിലെ പ്രഷർ ഉണ്ടല്ലോ, പ്രഷർ ജസ്റ്റ് ബിലോ ദ കോൺകേവ് സൈഡ്, അതായത് ഓക്കെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സി എന്നുള്ള പോയിന്റ്, ഡി അല്ല ഡി. അപ്പൊ ഈ മെനിസ്കസിന്റെ താഴെ ജസ്റ്റ് ബിലോ ഉള്ള പോയിന്റ് ആണ് സി. So pressure just below concave side of the liquid meniscus in the tube will be less than and the above by an amount of 2s/r'. അതായത് ഈ സി എന്നുള്ള പോയിന്റ്, ഓക്കെ, ഈ സി എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, അതായത് മെനിസ്കസിന്റെ തൊട്ട് താഴെ സി എന്നുള്ള പോയിന്റ്, അതേപോലെ ഡി എന്നുള്ള പോയിന്റിനേക്കാൾ പ്രഷർ എന്തായിരിക്കും, 2s/r' എന്നുള്ള ഒരു ഫാക്ടറിൽ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സസ് പ്രഷറിന്റെ ടേമിൽ PI - PO is equal to എന്ത് ചെയ്യാൻ പറ്റും, PI - PO is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇതിനർത്ഥം എന്താണ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താ പറയാ, ഈ താഴത്തെ പ്രഷറിനേക്കാൾ കൂടുതലാണ് ബൈ എ ഫാക്ടർ ഓഫ് 2s/r'. ഓക്കെ, അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. കണ്ടല്ലേ, വി നോ ദാറ്റ് ദ പ്രഷർ ജസ്റ്റ് ബിലോ ദ കോൺകേവ് സൈഡ് ഓഫ് ദ ലിക്വിഡ് ടു ബി ലെസ് ദാൻ ദ എമൗണ്ട് ഇറ്റ് ബൈ ആൻ എമൗണ്ട് ഓഫ് 2s/r'. അതായത് ഈ സി എന്നുള്ള പോയിന്റിലെ പ്രഷർ 2s/r' എന്നുള്ള പ്രഷർ ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടർ ടൈംസിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും ഈ എന്താ പറയാ ഡി എന്നുള്ള പോയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഡിയിലെ പ്രഷർ 2s/r' കുറച്ചാലായിരിക്കും സിയിലെ പ്രഷർ കിട്ടുക. ഓക്കെ, അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. എന്താണ്, ഡിയിലെ പ്രഷർ 2s/r' കുറച്ചാലാണ് സിയിലെ പ്രഷർ കിട്ടുക. സോ ഡിയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അതേപോലെ അതേ മൈനസ് 2s/r' കുറക്കണം. ഓക്കെ, സോ പ്രഷർ അറ്റ് സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, പ്രഷർ അറ്റ് സി ഈസ് ഈക്വൽ ടു PA മൈനസ് എന്ത് കിട്ടും, 2s/r' എന്ന് കിട്ടും. എന്തുകൊണ്ട് r' എടുത്തത്, കാരണം നമ്മൾ കൺസിഡർ ചെയ്ത ഈ മെനിസ്കസ് ആണ്. ഈ മെനിസ്കസ് സർക്കിൾ ആക്കി വരക്കുമ്പോൾ അപ്പൊ അതിന്റെ റേഡിയസ് ആണ് r' എന്നുള്ളത്. ഓക്കെ, സോ അതോടുകൂടെ അതും കഴിഞ്ഞു. സോ പ്രഷർ എന്താ പറയാ, ഡിയിലെ പ്രഷർ കിട്ടി, ദെൻ സിയിലെ പ്രഷർ കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രഷർ കാണാൻ പോകണം. ഓക്കെ, അപ്പൊ അടുത്ത പ്രഷർ നമുക്ക് കാണാൻ പോകണം. സോ നെക്സ്റ്റ് പ്രഷർ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്, നെക്സ്റ്റ് പ്രഷർ നമ്മൾ കാണാൻ പോകുന്നത് പോയിന്റ് ബി ആണ്. ഓക്കെ, ഓക്കെ, ദ പോയിന്റ് ബി. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ദ പോയിന്റ് ബി. ഓക്കെ, ദ പോയിന്റ് ബി. ഓക്കെ, പോയിന്റ് ബി ഈസ് അറ്റ് ഡെപ്ത് h. ഓക്കെ, ഒബിയസ്ലി ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും പോയിന്റ് ബി ഒരു ഡെപ്ത് എച്ചിലാണ് നിൽക്കുന്നത് അല്ലെ. പോയിന്റ് ബി ഈ സിയിൽ നിന്നും ഒരു ഡെപ്ത് എച്ചിലാണെങ്കിൽ മെനിസ്കസിൽ നിന്നും ഒരു ഡെപ്ത് എച്ചിലാണ്. അത് ഏതാ, ഒക്കെ ഒരേ ഹൈറ്റ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എച്ചാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ഒക്കെ എച്ചാണ്. ഓക്കെ, സോ എന്താ പറയാ, രണ്ടുപേരും ഒരു ഹൈറ്റ് എച്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, പോയിന്റ് ബി ഈസ് അറ്റ് ഡെപ്ത് എച്ച്. ഓക്കെ, ബിലോ പോയിന്റ് സി. ഓക്കെ, ബിലോ പോയിന്റ് സി. അപ്പൊ ആ പോയിന്റ് ബിയും സിയും തമ്മിലുള്ള എന്താ പറയാ ഹൈ ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രഷർ അറ്റ് ബി നോക്കണം. സോ പി അറ്റ് ബി എന്ന് പറഞ്ഞ പ്രഷർ അറ്റ് ബി. അപ്പൊ ഞാൻ PB എന്ന് കൊടുക്കാൻ പോവാണ്. അത് ഞാൻ PB എന്ന് കൊടുക്കാൻ പോവാണ്. PB എന്തായിരിക്കും, സിമ്പിൾ ആണ്. PB എന്തായിരിക്കും, PB എങ്ങനെ കാണും, PB എങ്ങനെ കാണും എന്ന് ചോദിച്ചാൽ ഇത് ലിക്വിഡിന്റെ ഉള്ളിലാണ്, ബി എന്നുള്ള പോയിന്റ് ലിക്വിഡിന്റെ ഉള്ളിലാണ്. ഓക്കെ, സോ ബി എന്നുള്ള പോയിന്റ് ലിക്വിഡിന്റെ ഉള്ളിലാണ്. സോ ടോട്ടൽ പ്രഷർ ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. സോ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ അതിന് മുകളിലത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് കൺസിഡർ ചെയ്യണം, പ്ലസ് എന്താ പറയാ ഇവിടെ ഒരു HρG കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ടോട്ടൽ പ്രഷർ എങ്ങനെ കാണും, ഈ ബി എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, ഈ മെനിസ്കസിലുള്ള പോയിന്റ് സി, ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ പ്രഷർ പ്ലസ് ഇവിടെ ഹൈറ്റ് എച്ചിലാണ് നിൽക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും HρG വേറെ ഉണ്ടാവും. ആ HρG പ്ലസ് ഈ മുകളിലത്തെ ഹൈറ്റ് PHC. ഓക്കെ, അത് രണ്ടും കൂടെ ചെയ്താലാണ് അവിടുത്തെ അത് കിട്ടുക. സോ PB ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും, സോ PB ഈസ് ഈക്വൽ ടു ഓക്കെ, PB ഈസ് ഈക്വൽ ടു PHC. സി എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ സി പ്ലസ് ഈ സി എന്നുള്ള പോയിന്റിലെ പ്രഷർ നമ്മൾ കണ്ടതാണ്. PHC പ്ലസ് എന്ത് കിട്ടി, PHC പ്ലസ് HρG. ഓക്കെ, HρG എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പോയിന്റ് ലിക്വിഡിന്റെ ഉള്ളിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു HρG വരും. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സി എന്നുള്ള പോയിന്റിൽ H എടുക്കായിരുന്നു, കാരണം അത് വളരെ ക്ലോസ് ടു ദ സർഫസ് ആണ്, H എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ PB ഈസ് ഈക്വൽ ടു PHC പ്ലസ് എന്ത് കിട്ടി, HρG കിട്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പോ
പി ബി ഓക്കെ പി ബി ഇസ് ഈക്വൽ ടു പി എച്ച് സി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പി എച്ച് സി എന്ന് പറഞ്ഞാൽ പി സി ആണ്, പി എ മൈനസ് 2s ബൈ ആർ ഡാഷ് ആണ്. സോ പി ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി എ ഓക്കെ മൈനസ് 2s ബൈ ആർ ഡാഷ് ഓക്കെ പ്ലസ് എന്ത് കിട്ടും, പ്ലസ് എച്ച് റോ ജി എന്ന് കിട്ടും. ഓക്കെ അപ്പോ പ്രഷർ അറ്റ് ബി ഇസ് ഈക്വൽ ടു പി എ മൈനസ് 2s ബൈ ആർ ഡാഷ് പ്ലസ് എച്ച് റോ ജി. സോ മേക്ക് ഇറ്റ് ഇക്വേഷൻ നമ്പർ ആസ് 1. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എടുക്കുന്നു. ഓക്കെ ഇത് ഞാൻ കുറച്ചിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ശരിക്കും ഇതിന്റെ സ്റ്റെപ്പ് വളരെ ലഘൂകരിച്ചിട്ടാണ്, മീൻസ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് എ എടുക്കാം. സോ ദ പോയിന്റ് എ ഓക്കെ പോയിന്റ് എ ഇവിടെ നോക്കാം. പോയിന്റ് എ ഈസ് അറ്റ് ഫ്രീ സർഫസ് ഓക്കെ ഈസ് അറ്റ് ഫ്രീ സർഫസ് ഓക്കെ അതായത് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ലിക്വിഡ് ഗോളത്തിന്റെ എന്താ പറയാ ഈ ഭാഗത്താണ്, ഈ ഫ്രീ സർഫസിലാണ്. സോ സ്വാഭാവികമായിട്ടും എന്താ പറയാ നമ്മൾ ഇതിന്റെ പ്രഷർ, ഇവിടുത്തെ പ്രഷർ എന്താവും, ഈ ഹൈറ്റ് കൺസിഡർ ചെയ്യണ്ട. കാരണം നമ്മളെപ്പോഴും പ്രഷർ ആ പോയിന്റ് നിന്ന് താഴോട്ടാണ് നോക്കുക. ഓക്കെ പക്ഷെ ഇവിടുന്ന് ആ പോയിന്റ് നിന്ന് താഴോട്ട്, ആ സർഫസിൽ നിന്ന് ആ പോയിന്റിലൊക്കെയാണ് നോക്കുക. പക്ഷെ ഇവിടെ എന്താ പറയാ, ഇവിടെ സത്യം പറഞ്ഞ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. പക്ഷെ ഇവിടുത്തെ എച്ച് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലെങ്കിൽ ഫ്രീ സർഫസിൽ ഏത് പോയിന്റ് ഉണ്ടോ അവിടത്തൊക്കെ പ്രഷർ എന്തായിരിക്കും, വെറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. സോ പി അറ്റ് എ ഓക്കെ അത് നമ്മൾ പി എ എന്ന് വിളിച്ചു. സോറി പി അറ്റ് എ നമുക്ക് പി ക്യാപിറ്റൽ എ എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് കൊടുക്കാം. ഓക്കെ സോറി എച്ച് റോ ജി അല്ല, എച്ച് 0 ആണല്ലോ. ഈസ് ഈക്വൽ ടു പി എ എന്ന് കൊടുക്കാം. ഓക്കെ സോ ദിസ് ഈസ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. മേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. മേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ സോ പി എ കിട്ടി. പി എന്ന് പറഞ്ഞാൽ പി ക്യാപിറ്റൽ എ എന്നുള്ള പോയിന്റിലെ പ്രഷറും കിട്ടി, അതേപോലെ ബി എന്നുള്ള പോയിന്റിലെ പ്രഷറും കിട്ടി. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതൊക്കെ ഒരേ ലെവലിലാണ് കിടക്കുന്നത്. ഓക്കെ ഇതെല്ലാം ഒരേ ലെവലിലാണ് കിടക്കുന്നത്. ഓക്കെ സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ ലെവലിലുള്ള പോയിന്റ്സിനൊക്കെ സെയിം പ്രഷർ ആയിരിക്കും. ഓക്കെ സോ ഇവിടൊക്കെ ഒരേ ലെവലിലാണ് എല്ലാ പോയിന്റും. ഇപ്പൊ എ ബി സി ഓക്കെ 3 പോയിന്റ് എ ബി സി ഇതെല്ലാം ഒരേ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഹൈറ്റ് ഒക്കെ എച്ച് ആണ് ആണെങ്കിൽ എയിലെ പ്രഷറും ബിയിലെ പ്രഷറും സിയിലെ പ്രഷറും ഒക്കെ സെയിം ആയിരിക്കും. അതായത് സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണെങ്കിൽ പ്രഷർ ഒക്കെ ഈക്വൽ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഓക്കെ സോ അതുകൊണ്ട് തന്നെ എയിലുള്ള പ്രഷറും ബിയിലുള്ള പ്രഷറും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും, എയിലുള്ള പ്രഷറും ബിയിലുള്ള പ്രഷറും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഴുതാം. സോ വി ക്യാൻ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് since the pressure since the point A okay since the point A and B are at the same horizontal level same horizontal level എന്ന് പറഞ്ഞാൽ പ്രഷർ ഈക്വൽ ആണ്. ഓക്കെ horizontal level ഓക്കെ അതായത് എയിലുള്ള പ്രഷറും ബിയിലുള്ള പ്രഷറും ഈക്വൽ ആണ്. ഓക്കെ that is എന്നിട്ട് ഒരു കളറിലൊക്കെ എടുത്ത് എഴുതിക്കോ. Pressure at A is equal to pressure at A pressure at A is equal to pressure at B pressure at B pressure at A യും pressure at B യും ഈക്വൽ ആയിരിക്കും. pressure at A നമ്മൾ PA എന്നാണ് ഡിനോട്ട് ചെയ്തത്, pressure at B നെ PB ആണ്. ഓക്കെ സോ ആദ്യം പ്രഷർ അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ അറ്റ് എ എന്ന് പറഞ്ഞാൽ പി സ്മോൾ എ ആണ്. സോ ഇക്വേഷൻ 2 ഞാൻ അത് നേരെ എടുത്ത് എഴുതി. ഓക്കെ അപ്പൊ പി എ നമുക്ക് എന്ത് ചെയ്തു, പി സ്മോൾ എ എന്ന് എടുത്തു ഈസ് ഈക്വൽ ടു പി ബി എന്താ പി ബി എന്ന് പറഞ്ഞാൽ പി എ മൈനസ് 2s ബൈ ആർ ഡാഷ് പ്ലസ് എച്ച് റോ ജി ആണ്. സോ അത് ഞാൻ കൊടുത്തു. അപ്പൊ എന്താണ് പി എ മൈനസ് 2s ബൈ ആർ ഡാഷ് പ്ലസ് എന്ത് കിട്ടി, എച്ച് റോ ജി എന്ന് കിട്ടി. ഓക്കെ അപ്പൊ ഇനി ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ. നെക്സ്റ്റ് സ്റ്റെപ്പില് പി എയും ക്യാൻസൽ ചെയ്തു, ഈ മൈനസ് 2s ബൈ ആർ ഡാഷിന് ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി, അപ്പോ പി എ ക്യാൻസൽ ചെയ്തു. അപ്പോ 2s ബൈ എന്ത് കിട്ടി, ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, എച്ച് റോ ജി എന്ന് കിട്ടി. ഞാൻ ഇത് ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ എന്ത് കിട്ടും, എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 2s ബൈ ആർ ഡാഷ് എന്ന് കിട്ടി. ഓക്കെ ഇനി ഇവിടെയാണ് കളി. നമുക്ക് വേണ്ടത് കാപ്പിലറി ഹൈറ്റ്. ഈ ഹൈറ്റ് എച്ച് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ സോ കാപ്പിലറി അസെന്റിനുള്ള ഹൈറ്റ് എച്ച് ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഇവിടെ ആർ ഡാഷ് ആണ്. ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ മെനിസ്കസിന്റെ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മെനിസ്കസിന്റെ എന്താണ് റേഡിയസ് ആണ്. സോ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. എന്താണ് ട്രയാങ്കിൾ, ഫ്രം ട്രയാങ്കിൾ ഒ ഡി ഇ. ഓക്കെ നമുക്ക് ട്രയാങ്കിൾ ഒ ഡി ഇ ഒന്ന് കൺസിഡർ ചെയ്യാം. സോ ഞാൻ ഇവിടെ ഫ്രം ട്രയാങ്കിൾ ഒ ഡി ഇ. ഓക്കെ സോ നെക്സ്റ്റ് സ്റ്റെപ്പില് ഫ്രം ട്രയാങ്കിൾ ഒ ഡി ഇ. ട്രയാങ്കിൾ ഒ ഡി ഇ ഞാൻ എടുത്തു. അത് നിങ്ങളൊന്ന് കോസ് തീറ്റ പറയാമോ? എന്താ ഇവിടുത്തെ കോസ് തീറ്റ എന്ന് പറയുന്നത്? ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? സോ ഞാനൊന്ന് എഴുതി വെക്കട്ടെ. സോ വാട്ട് ഈസ് കോസ് തീറ്റ ഹിയർ?
cos theta എന്ന് പറഞ്ഞാൽ adjacent side. Okay, adjacent side എന്ന് പറഞ്ഞാൽ DE ആണ്. DE all divided by എന്താണ്? Hypotenuse ആണ്. What is hypotenuse? OE ആണ്. DE all divided by OE ആണ്. അല്ലേ? DE all divided by OE ആണ്. Then what is okay? അപ്പോൾ അത് കിട്ടി. സോ നമുക്കിവിടെ R ഡാഷിനാണ് മാറ്റേണ്ടത്. ഇവിടെ ഒരു R ഡാഷ് കണ്ടില്ലേ? ഈ R ഡാഷിനാണ് നമുക്ക് മാറ്റേണ്ടത്. ഓക്കെ, സോ ഇനി ഇവിടെ cos theta is equal to DE by OE ആട്ടോ. DE by OE. ഓക്കെ, അപ്പൊ ഞാനിത് ഒന്ന് കട്ട് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, cos theta is equal to എന്താണ്? DE by OE ആണ്. സോ ദാ ഇവിടെ പെട്ടു, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, സോ അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കാര്യമുണ്ട്. കാരണം അവിടെ നമുക്ക് കുറച്ച് പരിപാടികൾ ഇവിടെ ബാക്കിയുണ്ട്. ഓക്കെ, കുറച്ച് പരിപാടികൾ നമുക്ക് ബാക്കിയുണ്ട്. എന്തൊക്കെ വന്നാലും നാളെ നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറച്ച് വേഗം കഴിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രീ ആവാലോ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, cos theta is equal to DE by OE ആണ്. cos theta is equal to DE by OE. ഓക്കെ, ഇനി DE എന്താ OE എന്താ നോക്കാം. ഓക്കെ, DE എന്ന് പറഞ്ഞാൽ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട്. സോ അതന്നെ ആയിരിക്കും ഈ DEന്റെ R റേഡിയസ് എന്ന് പറയുന്നത്. സോ DE എന്ന് പറയുന്നതും എന്തായിരിക്കും? R ആയിരിക്കും. കാരണം ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം തന്നെയാണ് ഇവിടെ താഴെ R എന്നുള്ളത്. സോ അത് പൈപ്പിന്റെ റേഡിയസ് ആണ്. എനിക്ക് പൈപ്പിന്റെ റേഡിയസ് ഈക്വൽ ആണ്. ദെൻ ഇവിടെ OE എന്ന് പറഞ്ഞാൽ എന്താ? സോ വാട്ട് ഈസ് OE ഇത് ഹിയർ? ഓക്കെ, വാട്ട് ഈസ് OE ഹിയർ? ദാറ്റ് ഈസ് R ഡാഷ് ആണ്. ഓക്കെ, സോ DE R എന്നും OE R ഡാഷ് എന്നും കിട്ടി. സോ DE എന്ത് കിട്ടി? R കിട്ടി, OE R ഡാഷ് കിട്ടി. സോ cos theta is equal to നമുക്ക് എന്ത് കിട്ടി? R by R ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ആറിനെ താഴേക്ക് കൊണ്ടുവരിക. സോ നമുക്ക് എന്ത് കിട്ടും? cos theta by R is equal to 1 by R dash എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്ന് പെട്ടിയിട്ട് വെക്കണം. കാരണം ഇതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. cos theta by R is equal to 1 by R dash. ഓക്കെ, സോ ഇവിടെയും 1 by R dash ആണ്. 2s into 1 by R dash അല്ലേ? സോ ഇവിടെ ഇതെന്താ 2s by R dash എന്ന് പറഞ്ഞാൽ അതിന് 2s into 1 by R dash എന്ന് എഴുതാം. സോ ഈ 1 by R dash ന് പകരം ഈ cos theta by R നമ്മൾ കൊടുക്കും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 by R dash ന് പകരം നമ്മൾ cos theta കൊടുക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? H rho G is equal to 2s into 1 by R dash ന് പകരം cos theta by R കൊടുക്കാം. 2s into cos theta all divided by R എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഹൈറ്റ് ആണ് കിട്ടേണ്ടത്. സോ ഈ H നെ ഇവിടെ വെച്ചിട്ട് ബാക്കി റോജി മൊത്തം താഴോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? we will get capillary height H has. Okay, we will get capillary height H as, okay, ഇവിടെ 2s ഉണ്ട്. Okay, H as 2s cos theta all divided by R rho G. Okay, സോ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം അവിടെയും ഇവിടെയും ഒക്കെ ചുറ്റിയിട്ട് വന്നത്. ഓക്കെ, 2s cos theta divided by R rho G. എന്താ H എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്യൂബ് വെക്കുമ്പോൾ ആ ട്യൂബിൽ നിന്ന് H ഹൈറ്റ് ആണ് വെള്ളം കയറുക. ഓക്കെ, സോ ആ H കാണാനാണ് നിങ്ങളോട് എക്സാമിന് പറയാം. സോ കാപ്പിലറി ഹൈറ്റ്, ഓക്കെ, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കുറെ പ്രഷർ ഓരോരോ പോയിന്റിൽ ഡിസ്കസ് ചെയ്തു വന്ന് മാത്രം. സോ കാപ്പിലറി ഹൈറ്റ്, S എന്ന് പറഞ്ഞ സർഫസ് ടെൻഷൻ, തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, R എന്ന് പറഞ്ഞ ട്യൂബിന്റെ റേഡിയസ്, റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, G എന്ന് പറഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. സോ ഇത് വെച്ചിട്ട് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇതിൽ കുറെ കേസുകൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കേസുകൾ പറയാം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കേസ് പറയാം. 4 നോട്ട് നമുക്ക് നോക്കാണ്ട്, 4 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പൊ ഇനി അടുത്ത ഒരു കേസ് വെറുതെ എഴുതിക്കോ. ഇൻ ദ കേസ്, ഓക്കെ, ഓഫ് പ്യുവർ വാട്ടർ. ഓക്കെ, ഒരു പ്യുവർ വാട്ടർ ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് എ പ്യുവർ വാട്ടർ, ഓക്കെ, പ്യുവർ വാട്ടർ ആണെങ്കിൽ നമുക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ഡിഗ്രി ആയിരിക്കും. അതായത് കോസ് എന്താ പറയാ, ഇവിടെ കോസ് തീറ്റക്ക് പകരം cos 0 കൊടുത്താൽ cos 0 is equal to 1 ആയിരിക്കും. സോ അപ്പൊ നമുക്ക് ഈ cos 0 1 ആകുമ്പോൾ ബാക്കിയുള്ള സാധനം എടുത്തിരുന്നത്. അങ്ങനെയെങ്കിൽ കാപ്പിലറി ഹൈറ്റ് H കാണാൻ ഇക്വേഷൻ എന്ത് വരും? സോ അങ്ങനെയെങ്കിൽ കാപ്പിലറി ഹൈറ്റ് H is equal to എന്ത് വരും? 2s all divided by R rho G എന്ന് വരും. 2s divided by R rho G. പ്ലീസ് എന്താ പറയാ, നിങ്ങൾ പ്രത്യേകം നോക്കണം. എന്താ വെച്ചാൽ പ്യുവർ വാട്ടർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ H is equal to 2s by R rho G എന്ന് വരിക. കാരണം പ്യുവർ വാട്ടറിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ്? തീറ്റ 0 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ കുറച്ച് കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇനി നോട്ട് 1, ഓക്കെ, കുറെ നോട്ടുകൾ പഠിക്കാനുണ്ട്. ഓക്കെ,
അപ്പൊ ഇനി ആദ്യത്തെ നോട്ട് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് നോട്ട് എന്താ നോക്കാം. സോ ഫസ്റ്റ് നോട്ട് ഓക്കെ. സോ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഇഫ് ദ റേഡിയസ് ആർ ഓഫ് കാപ്പിലറി ട്യൂബ് ഈസ് ലോ കാപ്പിലറി അസെന്റ് വിൽ ബി ഹൈ ആസ് ഷോൺ ബിലോ. അതായത് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ക്യാപ്പിന്റെ റേഡിയസ് 6 ആണ്. ഇതിന്റെ റേഡിയസ് വളരെ കുറഞ്ഞാൽ കാപ്പിലറി റൈസ് കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ. സോ തടിയുള്ള പൈപ്പിൽ വെച്ചാൽ സപ്പോസ് ഇത്രയൊക്കെയാണ് കാപ്പിലറി റൈസ് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ തടി ഇല്ലാത്ത റേഡിയസ് കുറഞ്ഞ ഒരു പൈപ്പിലാണെങ്കിൽ റേഡിയസ് കുറഞ്ഞ ഒരു പൈപ്പിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നാരോ തടി ഇല്ലാത്ത പൈപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്രയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഇത്രയൊക്കെ എന്ത് ചെയ്യും, കാപ്പിലറി റൈസ് സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് എപ്പോഴും റേഡിയസ് കുറഞ്ഞ പൈപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതൊന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ. നമ്മൾ സപ്പോസ് വാട്ടർ ആണ് എടുത്തിരിക്കാന്ന് വിചാരിക്കുക. സോ വാട്ടർ എടുക്കുമ്പോൾ നമുക്കറിയാം H ഈസ് ഈക്വൽ ടു എന്താണ്, 2S/R ρg ആണ്. കോസ് θ കൊടുക്കണ്ട. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. നമുക്ക് എന്ത് കിട്ടും, HR അല്ലെ, HR ഈസ് ഈക്വൽ ടു 2S/ എന്താ പറയാ R ρg എന്ന് കിട്ടും. സോറി 2S/ρg എന്ന് കിട്ടും. R പോയില്ല, മുകൾക്ക് പോയി. ഓക്കെ. ഇതിലെ 2 ഒരു കോൺസ്റ്റന്റ് ആണ്. സർഫസ് ടെൻഷൻ ഓൾറെഡി വാട്ടറിന്റെ കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ അതിനൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഒറ്റ അടിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പില് HR ഈസ് ഈക്വൽ ടു ഒറ്റ കോൺസ്റ്റന്റ് K ആക്കി. K എന്ന് പറഞ്ഞാൽ സാധാ ഒരു കോൺസ്റ്റന്റ്. നമുക്കിവിടെ വേറെ റിലേഷൻ നമുക്ക് എടുക്കണം. സോ ഇവിടെ H എന്ത് കിട്ടി, H ഈസ് ഈക്വൽ ടു ഞാൻ ഈ Kനെ അങ്ങോട്ട് കൊണ്ടുപോയി K/R എന്ന് കിട്ടി. ഓർ നമുക്ക് എഴുതാൻ പറ്റും H is inversely proportional to R. Okay, H is inversely proportional to 1/R. That means when H increases, R and that decreases. അതേപോലെ when R increases, H decreases. അതാണ് പറഞ്ഞതിന് അർത്ഥം. Okay. So H inversely proportional to 1/R ആണ്. ഇത് ഒന്നും കൂടെ ഡെപ്പിക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് ഇത്ര ചെയ്തത്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അത് ഡെപ്പിക്ട് ചെയ്യാൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സാഹസമാണ്. ഒന്നുമില്ല, എന്റെ കയ്യില്. ഓക്കെ. സോ അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സോ ഓക്കെ. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്റെ കയ്യില് വിചാരിക്കാം ഐ ഹാവ് എ ബീക്കർ വിത്ത് മീ. ഓക്കെ. എന്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട് ഇതേപോലെ. സോ ഇതിൽ ഏതോ ഒരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ഈ പറഞ്ഞതിന്റെ അർത്ഥം H ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R അർത്ഥം ഞാൻ പറയാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഒരു ലിക്വിഡ് ഉണ്ട്. സോ ഞാനൊരു ട്യൂബ് ഇവിടെ വെക്കാൻ പോവാണ്. ഓക്കെ. സോ ട്യൂബ് വെച്ചാൽ ഓബിയസ്ലി എന്ത് ചെയ്യും, സാധനം റൈസ് ചെയ്യും. സോ ഞാനിവിടെ ഒരു ട്യൂബ് വെക്കാൻ പോവാണ്. ആദ്യം വെച്ച ട്യൂബ് വളരെ നേരോ ആണ്, മീൻസ് റേഡിയസ് കുറവാണ്. പിന്നെ അതിനേക്കാൾ കൂടുതലുള്ള ഒന്ന് വെച്ചു. ഓക്കെ. അതിനേക്കാൾ കൂടുതലുള്ളത് വെച്ചു. പിന്നെ ഏറ്റവും കൂടുതലുള്ള ഒന്ന് വെച്ചു. ഓക്കെ. ഏറ്റവും കൂടുതലുള്ള ഒന്ന് വെച്ചു. H ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R ആണ്. അതിനർത്ഥം H എന്താ പറഞ്ഞ, സോറി, R കൂടുതലുള്ള ആൾക്ക് H കുറവായിരിക്കും. കാപ്പിലറി റൈസ് H കുറവായിരിക്കും. സോ R കുറവുള്ള ആൾക്കോ H വളരെ കൂടുതലായിരിക്കും. സോ അത് പ്രകാരം സപ്പോസ് ഇതിനാണ് R കുറവ്. സോ R കുറവുള്ള സാധനം ഇത്രക്കും നിറഞ്ഞു. ഓക്കെ. R കുറവുള്ളത് ഇത്രക്കും നിറഞ്ഞു. അതിനേക്കാൾ കുറച്ച് കുറവുള്ള സാധനമാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് താഴോട്ടേ അറിയുള്ളൂ. സോ ഇത്രയ്ക്കേന്ന് അറിയുള്ളൂ. ഓക്കെ. ഇത്രയ്ക്കേന്ന് അറിയുള്ളൂ. ഏറ്റവും അവസാനത്താണെങ്കിൽ അതിനേക്കാൾ കുറവായിട്ട് അറിയും. കാരണം അതിനേക്കാൾ കുറവ്, കാരണം അതിന്റെ R കൂടുതലാണ്. സോ R എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ്. ഓക്കെ. R. സോ R കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, കാപ്പിലറി റൈസ് H കൂടും. സോ അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. സിമ്പിൾ ലോജിക് ആണ്. സോ അത് പ്രത്യേകം നോക്കുക. അത് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ അപ്ലിക്കേഷൻ ലെവലൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. ഓക്കെ. സോ ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഓക്കെ. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് കേസ്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത കേസ് എന്താ നോക്കാം. ഓക്കെ. അടുത്ത കേസ് നോട്ട് ടു. ഓക്കെ. അതെന്താ നോക്കാം. നോട്ട് ടു. ഇപ്പൊ നമ്മൾ കാപ്പിലറി റൈസിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി എപ്പോഴാണ് കാപ്പിലറി ഫാൾ ഉണ്ടാവുക നോക്കാം. ഓക്കെ. രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ, കാപ്പിലറി ഫാൾ. മെർക്കുറി ഒക്കെ ആണെങ്കിൽ കാപ്പിലറി ഫാൾ അല്ലെങ്കിൽ കാപ്പിലറി അസെന്റ് ആണ് ഉണ്ടാവുക. എന്താണ്, if the capillary tube is dipped in liquids like mercury പോലത്തെ ലിക്വിഡിൽ നമ്മൾ കാപ്പിലറി ട്യൂബ് ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. അതെന്താണ്, അതിന്റെ ലെവൽ കുറച്ചും കൂടെ കുറയും. ഇത്രക്ക് ലിക്വിഡ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ലെവൽ കുറയും, കാപ്പിലറി ഫാൾ സംഭവിക്കും. Then angle of contact is obtuse എന്ന് പറഞ്ഞാൽ എന്താണ്, theta greater than 90 degree നമ്മൾ പറയുന്നവരാണ് obtuse angle. And cos theta become negative. Theta greater than 90 degree ആകുമ്പോൾ cos theta എന്ത് ചെയ്യും, നെഗറ്റീവ് വാല്യൂസിലോട്ടാണ് അപ്രോച്ച് ചെയ്യുക. സോ കാപ്പിലറി അസെന്റ് ഒക്കേഴ്സ്. ആ സമയത്ത് ആരും ഒക്കർ ചെയ്യുക, കാപ്പിലറി അസെന്റ് ഒക്കേഴ്സ്. അപ്പോഴും കാപ്പിലറി അസെന്റ് കാണാനുള്ള ഇക്വേഷനും എന്ത് 2s എന്താ പറയാ, cos theta all divided by എന്തായിരിക്കും, R ρg ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആൻസറിൽ ഒരു നെഗറ്റീവ് കിട്ടും. ആ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാപ്പിലറി ഫാൾ ആണെന്നാണ്, അല്ലാതെ വേറെ വലിയ സംഭവമൊന്നുമില്ല. സോ ദാറ്റ് ഈസ് ആൾസോ കംപ്ലീറ്റഡ്. ഇനി നമുക്ക് അവസാനത്തെ ഒരു കേസ് ഉണ്ട്.
ഓക്കെ, അവസാനത്തെ ഒരു കേസ് ഉണ്ട്. എന്താണ് ആ കേസ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ അവസാനത്തെ ഒരു കേസ് ഉണ്ട്. അപ്പൊ ഈ അവസാനത്തെ കേസിന് മുമ്പ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, കോസ് തീറ്റ ബൈ ആർ ഈസ് ഈക്വൽ ടു 1/r'. ഇത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇതാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. ഞാനൊക്കെ റബ്ബ് ചെയ്യാൻ പോകട്ടോ. സോ ഞാൻ റബ്ബ് ചെയ്യാൻ പോവാണ്. സോ ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് റബ്ബ് ചെയ്യാൻ പോവാണ്. സോ കോസ് തീറ്റ ബൈ ആർ ഈസ് ഈക്വൽ ടു 1/r'. സോ ആ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഇവിടെ എഴുതി വെക്കുകയാണ്, കാരണം നമുക്ക് അത് ആവശ്യമുണ്ട്. ഓക്കെ, സോ കോസ് തീറ്റ ബൈ ആർ ഈസ് ഈക്വൽ ടു 1 എന്താണ് r' ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മളിപ്പോ 2 നോട്ട് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ നോട്ട് പോയിന്റ് ഒന്ന് പോവാം. ഓക്കെ, മൂന്നാമത്തെ നോട്ട് പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ മൂന്നാമത്തെ നോട്ട് പോയിന്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ തിയറി കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം നോട്ട് 3. ഓക്കെ, സോ വി ആർ ഗോയിങ് ഫോർ നോട്ട് 3. ഓക്കെ, സോ വാട്ട് ഈസ് നോട്ട് 3? Okay, if the capillary tube of insufficient length L less than H is used. നമ്മളെ കാപ്പിലറി ലൈൻസിന്റെ ട്യൂബ് എടുത്ത ട്യൂബിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ലെസ് ദാൻ H ആണ്. H എന്ന് പറഞ്ഞാൽ ഈ കാപ്പിലറി ഹൈറ്റിനേക്കാൾ കുറവാണെന്നുണ്ടാവുക, മീൻസ് വളരെ ചെറുതാണെന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാം? ഇതിലൂടെ വെള്ളം പുറത്തേക്ക് വരും. ഓക്കെ, ഇതിലൂടെ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്ര വിചാരിക്കാം, നമ്മളെ ഇപ്പൊ ഒരു ബീക്കറിൽ ഇങ്ങനെ എടുത്തു, നിങ്ങൾ ഒരു ബീക്കറിൽ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇപ്പൊ ഇതിന് ഇത്ര ലെങ്തേ ഉള്ളൂ, ആകെ ഇത്ര ലെങ്തേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിന്റെ ലെങ്ത് എല്ലാം, പക്ഷെ നമ്മളെ കാപ്പിലറി റൈസ് എന്ത് ചെയ്തു? ഇതിനേക്കാൾ കൂടി. L ലെസ് ദാൻ H മീൻസ് എന്താ? അതിലൂടെ വെള്ളം ഇങ്ങനെ കൂടി. സോ അതെന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും, ഓവർഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യാന്നാ നോക്കണ്ടത്. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഡു? ഓക്കെ, വാട്ട് വി ഹാവ് ടു ഡു? അപ്പൊ ഇതോടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് എടുത്ത് എഴുതാം. ഓക്കെ, സോ നമ്മൾ അപ്പൊ നമ്മൾ സഫീഷ്യന്റ് ആയ ലെങ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാവും, വെള്ളം അങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഹൗ ടു പ്രൂവ് ദിസ്? സോ സിമ്പിൾ. നമുക്കറിയാം H ഈസ് ഈക്വൽ ടു എന്താണ്? 2s എന്താ പറയാ? കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ r rho g ആണ്. ഓക്കെ, നമ്മൾ കോസ് തീറ്റനെ ആ ടേം നമ്മൾ ഒഴിവാക്കുകയാണ്. അല്ലാണ്ട് കോസ് തീറ്റ ടേം നമ്മൾ ഒഴിവാക്കുന്നില്ല. നമ്മളതാ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. കോസ് തീറ്റ ഇസ് ബൈ ആർ ഈസ് ഈക്വൽ ടു 1/r'. അല്ലെ. സോ ഇവിടുന്ന് കോസ് തീറ്റ എന്താ കിട്ടുക? ഈ ആറിനെ ഇങ്ങോട്ട് മുകളിൽ കൊണ്ടുപോകും. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? r/r' എന്ന് കിട്ടും. കിട്ടൂലെ? കോസ് തീറ്റ ബൈ ആർ ഈസ് ഈക്വൽ ടു, ഓക്കെ വേണ്ട അതൊന്നും വേണ്ട, കോസ് തീറ്റ ബൈ ആർ ഈസ് ഈക്വൽ ടു 1/r' ആണ്. ഇവിടെ കണ്ടല്ലേ കോസ് തീറ്റ ബൈ ആർ ഉണ്ട്. സോ അതിന് പകരം r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/r' ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു 2s ഇൻറ്റു r ബൈ കോസ് തീറ്റ ബൈ ആർ നമ്മൾ 1/r' ആണ്. സോ ഡിവൈഡ് ബൈ r' rho g എന്നാവും. ഓക്കെ, r' rho g എന്നാവും. rho g എന്നത് r' rho g എന്നാവും. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പില് 2s ബൈ r' rho g എന്നാവും. ഇനി ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞ ലെങ്ത് H ഈസ് ഈക്വൽ ടു L ആണ്. നമ്മളിപ്പോ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്നാണ് എടുക്കുന്നത്. സോ L ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2s ബൈ r' rho g എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ r' ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടി? L r' ഈസ് ഈക്വൽ ടു 2s ബൈ rho g. ഓക്കെ, 2s ബൈ rho g കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? L r' ഈസ് ഈക്വൽ ടു k എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്, അതായത് എന്ത് കിട്ടും? L r' ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതിനർത്ഥം L ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r' ആണ്. ഓക്കെ, സോ അത് ഇംപ്ലൈ ചെയ്യുന്ന എന്താ വെച്ചാൽ if L is low, okay, r' increases. r' എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ മെനിസ്കസിൽ ഉണ്ടായ റേഡിയസ് ആണ്. സോ ഇത് ഇംപ്ലൈ ചെയ്യുന്നത്, ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താ ഉദ്ദേശിക്കുന്നത്? സോ ഓക്കെ സോറി, സോ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. നമുക്ക് ഇപ്പൊ ഈ ഫാർ ഈസ് ലോ, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് r ലോ ആകുമ്പോൾ r' വാല്യൂ കൂടും, അതേപോലെ r കൂടുമ്പോൾ r' വാല്യൂ കുറയും. ഇത് സ്വാഭാവികമാണ്, എപ്പോഴും നോക്കുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, r കുറയുമ്പോൾ r' വാല്യൂ കൂടും, യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ അല്ലേ. സോ ഇഫ് L, ഓക്കെ അതേപോലെ ഓക്കെ ഇവിടെ L ആണ് അല്ലേ. സോ L, ഓക്കെ അപ്പൊ അതന്നെ L തന്നെ. അപ്പൊ L കുറയുമ്പോൾ എന്ത് ചെയ്യും? r കൂടും, r' കൂടും. If L is low, then r' increases. That is radius, the PF അല്ല, ഓഫ് ആണ്. ഓഫ് കർവേച്ചർ ഓഫ് ദി മെനിസ്കസ് increases and there is no overflow. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓവർഫ്ലോ നടക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ശരിക്കും ഓവർഫ്ലോ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇതവിടെ കണ്ടില്ലേ, ഇതേപോലെ വെള്ളം പൊട്ടി ഒഴുകേണ്ടതാണ്. പക്ഷെ എന്താ സംഭവിക്കുക അറിയോ? ഈ എല്ല്, ഓക്കെ ഈ എല്ല് വളരെ കുറവാകുമ്പോൾ നമ്മുടെ മെനിസ്കസിന്റെ റേഡിയസ് കൂടും. മീൻസ് മെനിസ്കസ് എന്ത് ചെയ്യും? ഇങ്ങനെ വലുതാവും. ഓക്കെ, അപ്പൊ ചെറുതാണെങ്കിൽ ഇതിന്റെ എല്ല് വളരെ ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ, ട്യൂബിന്റെ ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഈ മെനിസ്കസിന്റെ വലിപ്പം കൂടും. ഓക്കെ, സോ ഈ മെനിസ്കസിന്റെ വലിപ്പം കൂടുന്നത് കൊണ്ട് തന്നെ ഓവർഫ്ലോ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും പൊട്ടി പുറത്തേക്ക് ഒഴുകും എന്നൊക്കെ, പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ആ റേഡിയസ് മീൻസ് എന്താ? മെനിസ്കസിന്റെ റേഡിയസ് ലെങ്ത് മാത്രമാണ്. ആ ട്യൂബിന്റെ റേഡിയസിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
സോ ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്, നമ്മൾ മെനിസ്കസിന്റെ വലുപ്പം കൂടും. ഓക്കെ, ചെറിയ മെനിസ്കസ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറയുമ്പോൾ എന്തായിരിക്കും, വലിയ മെനിസ്കസ് ആവും. ഓക്കെ, അങ്ങനെ ഓവർഫ്ലോ നമുക്ക് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ഇതോടുകൂടെ കാപ്പിലാരിറ്റി എന്നുള്ള ഭാഗത്തിന്റെ 99% കഴിഞ്ഞു. ഈ ചെറിയ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. സോ അത് ചെറിയ ഒരു തിയറിയാണ്. സോ ഇനി എന്താ ഉള്ളത്, ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്. സോ നമുക്ക് നോക്കാം അത് എന്താന്നുള്ളത്. ഓക്കെ, സോ സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷനിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ചാപ്റ്റർ അല്ല, ചാപ്റ്ററിന് ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം കൂടെ വരുന്നുണ്ട്, വലിയൊരു കുണ്ടാമണ്ടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അത് എന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ടൊരു വലിയ കുണ്ടാമണ്ടി ഇതിൽ വരുന്നുണ്ട്. അത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം, വിഷയമല്ല. ഓക്കെ, സോ അത് നേരത്തെ പറയാന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. നിങ്ങൾക്ക് എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ദേ ക്യാൻ ആസ്ക് ദിസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാന്നുള്ളത് വെറുതെ നോക്കാം. സോ വാട്ട് ഈസ് ദിസ്? സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, ഒരു ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ SO TO അതെന്ത് ചെയ്യും, ടെമ്പറേച്ചറിനെ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷൻ കുറയും. ഓക്കെ, ഇനി അടുത്തത് ഫോർ ക്ലീനിങ് പർപ്പസ്. നമ്മള് വീട്ടില് തുണികളൊക്കെ അലക്കാറുണ്ട്, തിരുമ്പാറുണ്ട്. മലബാർ ഭാഷയിൽ തിരുമ്പുക എന്നാ പറയാം. ഓക്കെ, ഫോർ ക്ലീനിങ് പർപ്പസ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ആർ യൂസ്ഡ്. വൈ എന്ന് ചോദിക്കും. എന്തിനാണ് നമ്മൾ ക്ലീനിങ് പർപ്പസിന് സോപ്പും ഡിറ്റർജന്റും യൂസ് ചെയ്യുന്നത് നോക്കാം. ഇഫ് ക്ലോത്ത് ഹാവ് ഗ്രീസ് ഓർ ഓയിൽ സ്റ്റെയിൻസ് ഓൺ ദം. നമ്മൾ അത് അറിയാതെ കടയിലൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മളെ എന്താ പറയാ, നമ്മൾ ഈ ഷട്ടറിനോടൊക്കെ ചാരി നമ്മുടെ ഡ്രസ്സിൽ എന്ത് വരും, ഗ്രീസ് അല്ലെങ്കിൽ ഈ ഓയിൽ സ്റ്റെയിൻ ഒക്കെ വരും. ഓക്കെ, സോ വാഷിംഗ് വിത്ത് വാട്ടർ വിൽ നോട്ട് റിമൂവ് ദി സ്റ്റെയിൻ. അപ്പോ ഈ ഗ്രീസും ഓയിൽ സ്റ്റെയിൻ ഒക്കെ നമ്മളെ കുപ്പായത്തിലായാൽ അതൊരിക്കലും വാട്ടർ കൊണ്ട് ഈ സ്റ്റെയിൻ പോകുന്നില്ല. കാരണം എന്താ, ദിസ് ഈസ് ബിക്കോസ് വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദീസ് പാർട്ടിക്കിൾ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ എന്ന് T അല്ലെങ്കിൽ S എന്നുള്ള സാധനം ഉള്ളത് കൊണ്ട് തന്നെ ഗ്രീസ് അതേപോലെ എന്താ പറയാ ഓയിലൊക്കെ നമ്മളെ കയ്യിലായാൽ നമ്മൾ കഴുകി കളഞ്ഞാൽ പോകില്ലല്ലോ. ഓക്കെ, അതേപോലെയാണ്. പിന്നെ നമ്മൾ കുറെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടൊക്കെ സോപ്പ് ഇട്ട് കഴുകി കളയാറാണ് പതിവ്. അതേപോലെ തന്നെയാണ് ഡ്രസ്സിനും സംഭവിക്കുന്നത്. ഓക്കെ, അത് വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കാരണം വാട്ടർ അതിൽ വെറ്റ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ആർ യൂസ്ഡ് ടു ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. അതുകൊണ്ട് സോപ്പും സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഗ്രീസിനെയും എന്താ പറയാ അതേപോലെ ഓയിലിനെയും വെറ്റ് ചെയ്യാറുള്ളത്. സോ ഡിറ്റർജൻസ് അതേപോലെ സോപ്പ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറയും. ഓക്കെ, വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, സംഭവിക്കുക, മോളിക്യൂൾസ് ഓഫ് ഡിറ്റർജൻസ് പ്രൊഡ്യൂസസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഗ്രീസി സ്റ്റെയിൻസ് ആൻഡ് thereby removing the dirt from the cloth. അങ്ങനെ അത് കുറഞ്ഞാൽ എന്ത് ചെയ്യും, വാട്ടറും ഗ്രീസും തമ്മിൽ ഒരു സിങ്ക് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. അങ്ങനെ എന്താ സംഭവിക്കുക, ഇത് നമ്മൾ ക്ലോത്തിന് ഡേർട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് സെഡ് ഇൻ കാപ്പിലറി. ഇതൊരു അപ്ലിക്കേഷൻ ആണ്, ഇത് സർഫസ് ടെൻഷന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. നേരത്തെ അവിടെ എഴുതാൻ വിട്ടത് കൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കൊടുത്തത്. സോ ഇത് നിങ്ങൾ പ്രത്യേകം നോക്കുക. സോ കാപ്പിലാരിറ്റി, സർഫസ് ടെൻഷൻ എന്നുള്ള 2 ഭാഗങ്ങൾ നമ്മൾ തീർത്തു. സോ ലെങ്തി പാർട്ടാണ്. ഇനി ഇതിനേക്കാൾ ലെങ്തി ആയ വേറൊരു സാധനം കൂടെ വരുന്നുണ്ട്. That is the Bernoulli's principle. Okay, അത് നമുക്ക് നോക്കാം. So before that I would like to look up the time. Okay, 43 minutes ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ ഇന്ന് എടുക്കൂല, ബട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചെറിയ ഡെറിവേഷൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, വലിയ ബിഗ് ഡീലുകളൊന്നും അല്ല കേട്ടോ ഇത്. നോക്കാം. സോ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ 1D മോഷൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ഓക്കെ, സോ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാലോ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ. ഓക്കെ, നമ്മളെ മോഷൻ ഉണ്ടല്ലോ, ഫ്ലൂയിഡുകളെ മോഷൻ ഉണ്ടല്ലോ, അതായത് ഫ്ലൂയിഡുകൾ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ മോഷനെ പഠിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഓക്കെ, സോ കുറെ ടൈപ്പ് ഫ്ലൂയിഡ് ഡൈനാമിക്സുകൾ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ സ്ട്രീം ലൈൻ മോഷൻ, ടെർബുലന്റ് മോഷൻ എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ സ്ട്രീം ലൈൻ മോഷൻ ആണ് ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്നതാണ്. ഇനി പഠിക്കുന്നതൊക്കെ സ്ട്രീം ലൈൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ സ്ട്രീം ലൈൻ മോഷൻ? സ്മൂത്ത് ഫ്ലോ ഈസ് നോൺ ആസ് സ്ട്രീം ലൈൻ മോഷൻ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ഫ്ലോ ആണ്. ഓക്കെ, ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഈസ് സെഡ് ടു ബി സ്ട്രീം ലൈൻ ഇഫ് ദ വെലോസിറ്റി ഓഫ് എവരി ഫ്ലൂയിഡ് എലമെന്റ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ ഒരു ഫ്ലോ, അതായത് ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ സ്ട്രീം ലൈൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഫ് വെലോസിറ്റി ഓഫ് എവരി ഫ്ലൂയിഡ് എലമെന്റ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ തന്നെ എല്ലാ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കുറെ പാർട്ടികൾ ഉണ്ടല്ലോ, അതിൽ പോകുന്ന എല്ലാവരും വെലോസിറ്റിയും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ സ്പീഡ് തന്നെ ആയിക്കൂടെ ഫോളോ ചെയ്യുന്ന പറഞ്ഞത്.
Okay, the path followed by the fluid elements in a streamline flow is called streamline. അതിനർത്ഥം എന്താ പറഞ്ഞ സ്ട്രീംലൈൻ ഫ്ലോ ഇസ് കാൾഡ് സ്ട്രീംലൈൻ. അതായത് നമ്മളെ സ്ട്രീംലൈൻ മോഷൻ മൂലം പാർട്ടിക്കിൾസ് ഒക്കെ ഒരു ഫ്ലോയില് ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പാത്ത് ഉണ്ടാക്കും. ആ പാത്തിനെ നമ്മൾ സ്ട്രീംലൈൻ എന്നാ പറയാം. ആ പാത്തിനെ നമ്മൾ സ്ട്രീംലൈൻ എന്നാ പറയാം. ഓക്കെ, എല്ലാ പോയിന്റിലും ഒരേ വെലോസിറ്റി വേണം. അതാണ് തന്ന ഗിവൺ പോയിന്റിലൂടെ തന്നാവണം എല്ലാവരും വെലോസിറ്റി മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീംലൈൻ. സ്ട്രീംലൈൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രീംലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻസ് ഓർ കേർവ്. ഓക്കെ, ഇതേപോലത്തെ സ്ട്രെയിറ്റ് ലൈനുകളോ അല്ലെങ്കിൽ കേർവോ ആയിരിക്കും ഒരു സ്ട്രീംലൈൻ. ഓക്കെ, ടാൻജന്റ് ടു ദ സ്ട്രീംലൈൻ അറ്റ് എ ഗിവൺ പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, സപ്പോസ് ഇതിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ലൈനിക്ക് നമ്മൾ ടാൻജന്റ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റിലുള്ള ആ ലിക്വിഡ് ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ കിട്ടും. അതേപോലെ നോ ടു സ്ട്രീംലൈൻ ക്യാൻ ക്രോസ് ഈച്ച് അതർ. ഒരു സ്ട്രീം ലൈൻ ഇങ്ങോട്ടും മറ്റൊരു സ്ട്രീം ലൈൻ ഇങ്ങോട്ടും ഒരിക്കലും ക്രോസ് ചെയ്യില്ല. ഓക്കെ, ക്രൗഡിംഗ് ഓഫ് സ്ട്രീം ലൈൻ അറ്റ് എ പ്ലേസ് ഇൻഡിക്കേറ്റ് ഹൈ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അതായത് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇങ്ങനെ സ്ട്രീം ലൈൻസ് കൂടി കൂടി നിൽക്കുകയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് കൂടി കൂടി നിന്നാൽ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ ഭാഗത്ത് നമ്മുടെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി വളരെ കൂടുതലാണ്. അതേസമയം സ്ട്രീം ലൈൻ ഒക്കെ ഇതേപോലെ വിട്ട് വിട്ട് നിന്നാലോ ആ ഭാഗത്ത് വെലോസിറ്റി വളരെ കുറവാണ്. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം നോക്കണം. അത് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, സ്ട്രീം ലൈൻ ത്രൂ എ പൈപ്പ്. ഓക്കെ, ഒരു പൈപ്പിലൂടെ എങ്ങനെ സ്ട്രീം ലൈൻ മോഷൻ ഉണ്ടാവാന്ന് നോക്കാം. സ്ട്രീം ലൈൻ എന്താ പറയാ? ത്രൂ എ പൈപ്പ്. ഓക്കെ, ഒരു പൈപ്പിലൂടെ എങ്ങനെ സ്ട്രീം ലൈൻ ഉണ്ടാവും നോക്കാം. സപ്പോസ് ഇതാ പറയുന്നത്, ഇതാണ് ഒരു പൈപ്പ്. ഒരു പൈപ്പിന് ഒരു എൻഡ് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഒരു പൈപ്പ് എന്താ പറയാ? ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും പൈപ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും പൈപ്പ്. ഓക്കെ, ഒരു പൈപ്പിലൂടെ എങ്ങനെയാ പോവാ? സപ്പോസ് എന്താ പറയാ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലിക്വിഡ് കയറും. അപ്പൊ ഇങ്ങനെയാണ് മോഷൻ ഉണ്ടാവുക. അതാണ് കാണിക്കുന്നത്. സോ ആദ്യം നമ്മളെ ലിക്വിഡ് ഇവിടുന്ന് വരും. സോ ഇവിടുന്ന് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റിയാണ് V1. പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ വരും. ഈ ഒരു പോയിന്റ് ഉള്ളതാണ് V2. ഓക്കെ, എങ്ങനെ ഇങ്ങനെ വന്ന് 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 അത് നേരെ ഇങ്ങനെ പുറത്തേക്ക് പോകും. ഈ ഒരു പോയിന്റ് ഉള്ളതാണ് V3. എല്ലാവർക്കും സെയിം വെലോസിറ്റി ആവില്ല, പക്ഷെ എല്ലാവരും തന്ന ഗിവൺ പോയിന്റ് കൂടി തന്നെ പോകണം. കണ്ടല്ലേ, ഇവിടൊക്കെ എല്ലാവരും തന്ന ഗിവൺ പോയിന്റ് കൂടി തന്നെയാണ് പോയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് അതിനെ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ട്രീം ലൈൻ ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെ ഉള്ള സ്ട്രീം ലൈൻ മോഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് വേറൊരു ചെറിയ കാര്യം കൂടെ നോക്കാണ്ട് എന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അവസാനത്തെ കാര്യം. ഓക്കെ, ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. So equation of continuity, conservation of mass. So this is very important. Okay, equation of continuity എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കാം അത് എന്താ പറയുന്നത്. ഓക്കെ, സോ കൺസിഡർ എ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു പൈപ്പ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അവർ പൈപ്പ്. ഓക്കെ, പൈപ്പ് ഇതേപോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പൈപ്പ്. ഓക്കെ, ഇത് കണ്ടിട്ട് മറ്റേ പല സീരിയലുകളിലുള്ള ഊതാള സാധനമാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇതാണ് നമ്മളെ പൈപ്പ്. ഓക്കെ, പൈപ്പിന്റെ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ പൈപ്പാണ്. സോ പൈപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. വെലോസിറ്റി ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ലിക്വിഡ് പോകുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ലിക്വിഡ് എന്ത് ചെയ്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ട കാര്യം, അപ്പോ ലിക്വിഡിന് രണ്ട് ഭാഗമുണ്ട്. ഈ ഭാഗം A ആണ്, ഈ ഭാഗം B ആണ്. രണ്ട് എൻഡുകൾ ഞാൻ എടുത്തു. ഒരു ഭാഗം A ആണ്, മറ്റേ ഭാഗം B ആണ്, അല്ലെ? സോ A എന്നുള്ള പോയിന്റിൽ, ഓക്കെ, A എന്നുള്ള ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ആ ഭാഗത്ത് ഫ്ലൂയിഡ് പോകുന്ന വെലോസിറ്റി V1 ആണ്. ഓക്കെ, B എന്നുള്ള ഭാഗത്ത് ഒരു പോയിന്റ് എടുത്തു. ആ ഭാഗത്ത് നിന്ന് പോകുന്ന വെലോസിറ്റി V2 ആണ്. ഓക്കെ, V2 ആണ്. പിന്നെ A എന്നുള്ള ഭാഗത്തിന്റെ ഏരിയ A1 ആണ്. B എന്നുള്ള ഭാഗത്തിന്റെ ഏരിയ എന്താ പറയാ A2 ആണ്. ഓക്കെ, ഏരിയ A2 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇവിടെയാണ് കൺസിഡർ എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഓഫ് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഫ്രം A to B. A to B ക്ക് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് A1 V1 ആൻഡ് എന്താ പറയാ, ഓക്കെ, A1 V1 ആൻഡ് ഇവിടെ റോ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ട്. A1 V1 and ρ1. Okay, A1 V1 and ρ1 are the area of cross section, velocity of flow and density of fluid at A. Okay, അപ്പോൾ ഇതിൽ കൂടെ ഒഴുകുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി ρ1 ആണ്. ഓക്കെ, അതേപോലെ വെലോസിറ്റി ഓഫ് ഫ്ലോ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ആൾസോ A2 V2 and ρ2 are the corresponding quantities at B. Okay, സോ ബിയിലുള്ള എന്താ പറയാ ഇവിടുത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് ρ2 ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി മാറ്റം വരും. ഓക്കെ, ഒന്ന് ρ1 ആണ്, മറ്റേത് ρ2 ആണ്. ഓക്കെ, അപ്പോ നമ്മള് ഡെൻസിറ്റികൾ മാറും. കാരണം ഡെൻസിറ്റി മാറും. കാരണം നമുക്ക് തോന്നും ഡെൻസിറ്റി എങ്ങനെ മാറും? ഡെൻസിറ്റി മാറും കാരണം ഡെൻസിറ്റി മാസ് ബൈ വോളിയം അല്ലേ. സോ അതുകൊണ്ടൊക്കെ മാറും. ഓക്കെ, സോ A എന്നുള്ള പോയിന്റിൽ ρ1 V1 A1, B എന്നുള്ള പോയിന്റിൽ ρ2 V2 A2.
അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാൻ പോകുന്നു നമുക്ക് നോക്കാം. ആദ്യം വോളിയം ഓഫ് പൈപ്പിന്റെ വോളിയം കാണും. ഓക്കെ, വോളിയം ഓഫ് പൈപ്പ്, വോളിയം ഓഫ് എന്താ പറയുക ഫ്ലൂയിഡ്. ഓക്കെ, വോളിയം ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ്, വോളിയം ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് അറ്റ് എ. ഓക്കെ, പെർ സെക്കൻഡ് അറ്റ് എ. ഓക്കെ, എ എന്നുള്ള പോയിന്റിൽ, ഏത് പോയിന്റ്? എ എന്നുള്ള പോയിന്റിൽ എൻറ്റർ ചെയ്യുന്ന വോളിയം നമുക്ക് കാണണം. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പൈപ്പ് ആയതുകൊണ്ട് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വോളിയം കാണാൻ നമുക്ക് പറയാം ഇക്വേഷൻ വോളിയം ഈസ് ഈക്വൽ ടു എ വി ആണ്. ഓക്കെ, A1V1 ആണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. സോ വോളിയം കാണാനുള്ള ഇക്വേഷൻ വോളിയം ഓഫ് ഫ്ലൂയിഡ് എൻറ്റർ പെർ സെക്കൻഡ് കാണാനുള്ള ഇക്വേഷൻ വോളിയം ഇൻറ്റു ഏരിയ ആണ്. അറിയാത്തവർ എഴുതി വെക്കുക. വോളിയം ഇൻറ്റു വോളിയം അല്ല വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ്. എന്ത്? വോളിയം ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ്. ഈ എ കൂടെ ഒരു സെക്കൻഡിൽ കയറുന്ന ഫ്ലൂയിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടി. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ A1 ആണ്, ഇതെന്ന് പറഞ്ഞാൽ V1 ആണ്. സോ A1 V1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് വോളിയം എന്താ പറയാ. ഓക്കെ, അടുത്തത് ഓക്കെ അതേപോലെ അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത് അതേപോലെ അപ്പൊ A1 എന്താ പറയാ V1 എന്ന് കിട്ടി. ദെൻ മാസ് ഓഫ് ഫ്ലൂയിഡ് എന്താണ്? മാസ് ഓഫ് എന്താ പറയാ ഫ്ലൂയിഡ്, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ്. ഓക്കെ, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് അറ്റ് എ. ഓക്കെ, പെർ സെക്കൻഡ് അറ്റ് എ. ഓക്കെ, സെക്കൻഡ് അറ്റ് എ എന്നുള്ള പോയിന്റിൽ എൻറ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ മാസ് അതെങ്ങനെ കാണും? സോ അത് കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. സോ ഇവിടുത്തെ എ എന്നുള്ള പോയിന്റിലെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ρ1 ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ A1V1 നമുക്കിപ്പോ കിട്ടി. ഓക്കെ, സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ρ1 ആണ്. പിന്നെ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടി A1V1 പെർ സെക്കൻഡ് കൊടുത്തോളൂ, അത് ആവശ്യമുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് അടുത്തതും കാണാം. ഓക്കെ, ഇതേപോലെ നമുക്ക് അടുത്തതും കാണാം. ഓക്കെ, അപ്പോ ഇതോടുകൂടെ എ എന്നുള്ള പോയിന്റ് കിട്ടി. സിമിലർലി എന്താണ്? മാസ് ഓഫ് എന്താ പറയാ ഫ്ലൂയിഡ്. ഓക്കെ, മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിങ് പെർ സെക്കൻഡ് അറ്റ് ബി. ലീവിങ് എന്താ പറയാ പെർ സെക്കൻഡ് അറ്റ് ബി. ബിയിൽ ഇതേപോലെ ലീവ് ചെയ്യുന്നതിന്റെ സെക്കൻഡ്. ഓക്കെ, ρ1 A1 V1 ആണ് എ ഉള്ളത്. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? ρ2 A2 V2 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ρ2 A2 V2 ആയിരിക്കും. ഓക്കെ, അപ്പോ ρ2 A2 V2 ആയിരിക്കും. സോ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുകളിലും എയിലും ബിയിലും ഇടയിൽ ഓട്ടം ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലൂയിഡ് ലോസ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, സോ ഫ്ലൂയിഡ് ലോസ് ചെയ്യുന്നൊന്നുമില്ല. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിക്കോട്ടെ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിക്കോട്ടെ. സോ ദർ ഈസ് നോ ഫ്ലൂയിഡ് ലോസ്. ഓക്കെ, സോ എന്താണത്? ഇഫ് ദർ ഈസ് നോ ഫ്ലൂയിഡ് ലോസ്, ഇവിടെ ഫ്ലൂയിഡ് ലോസ് ഒന്നും ഇല്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഫ്ലൂയിഡ് ലോസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നും ഫ്ലൂയിഡ് ലോസ് ഒന്നും ഇല്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഫ്ലൂയിഡ് ലോസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, അങ്ങനെയെങ്കിൽ രണ്ടോടത്തുള്ള മാസും ഈക്വൽ ആയിരിക്കും. സോ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ്. ഓക്കെ, മാസ് ഓഫ് എന്താ പറയാ ഫ്ലൂയിഡ് എൻറ്ററിങ്, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ്. ഓക്കെ, എൻറ്ററിങ് പെർ സെക്കൻഡ്. ഓക്കെ, പെർ സെക്കൻഡ് കൊടുക്കണം. പെർ സെക്കൻഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മാസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് അറ്റ് ബി. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മീൻസ് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, സോ ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2 വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? ρ1 ഇതാ ഇങ്ങനെ വരും. ρ1 A1 V1 ഈക്വൽ ടു ρ2 A2 V2. ഓക്കെ, ρ2 A2 V2. ഇനി ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നാൽ, ഈ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ. ഓക്കെ, ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഇഫ് എന്താ പറയാ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ. ഓക്കെ, ഇൻകംപ്രസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണെന്നുണ്ടെങ്കിൽ ρ1 ഈക്വൽ ടു ρ2 ആയിരിക്കും. ഓക്കെ, സോ ρ1 ഈക്വൽ ടു ρ2 ആകുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. സോ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ എന്താ പറയാ 3 എന്ന് കൊടുത്തോ, ഇത് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിങ്ങനെ കൊടുത്താൽ നമുക്ക് ρ1 ഈക്വൽ ടു ρ2 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് രണ്ടും കട്ട് ചെയ്യും. സോ A1 V1 ഈക്വൽ ടു A2 V2. സോ ഇതാണ് നമ്മൾ ഇക്വേഷൻ. A1 V1 ഈക്വൽ ടു A2 V2. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ AB ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/V, അല്ലെങ്കിൽ V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/A. V എന്ന് പറഞ്ഞ വെലോസിറ്റി, A എന്ന് പറഞ്ഞ ഏരിയ. വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? ഓക്കെ, V എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, A എന്ന് പറഞ്ഞ ഏരിയ ആണ്. അതായത് നമ്മൾ ഒരു പൈപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ചാൽ എന്ത് സംഭവിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ചാൽ ആ ഭാഗത്ത് കൂടെ ഉള്ള ഫ്ലൂയിഡ് ഭയങ്കര വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അതേസമയം നമ്മൾ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്താലോ
അതിലൂടെ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്താൽ എ കൂടും, അപ്പൊ അതിലുള്ള വെലോസിറ്റി മെല്ലെ പോകുള്ളൂ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയാ അനുഭവം ഉണ്ടാവും. നമ്മൾ ചെടികളൊക്കെ നനക്കുമ്പോൾ ചെടികളൊക്കെ നോക്കുമ്പോൾ നമ്മളെ പൈപ്പ് അല്ലെങ്കിൽ ഈ ഓസിന്റെ ഭാഗം വിരലുകൊണ്ട് പൊത്തി പിടിക്കൂലെ, കുറച്ച് പൊത്തി പിടിക്കുമല്ലോ. അങ്ങനെ പൊത്തി പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഏരിയ കുറയും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളം നല്ല സ്പീഡിൽ പോകുന്നത്, അതൊക്കെ ഇത് വെച്ചിട്ടാണ്. ഓക്കെ, സോ വി പ്രൊപ്പോർഷണൽ ടു 1/a, അതായത് എന്താ പറയാ വെലോസിറ്റി കൂടുമ്പോൾ ഏരിയ കുറയും. അതാണ് നമ്മൾ ഈ ഓസ് ഒക്കെ അല്ലെങ്കിൽ പൈപ്പിലൂടെ ഒക്കെ വെള്ളം കൂടുമ്പോൾ നമ്മൾ കൈ അവിടെ പകുതി പൊത്തി പിടിച്ചാൽ നല്ല സ്പീഡിൽ പോകും. അതേ കാരണം ഇതാണ്. ഓക്കെ, ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. സോ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഈ a1v1 ഈക്വൽ ടു a2v2 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ പേര് വിളിക്കും. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, a1v1 ഈക്വൽ ടു a2v2 എന്ന ഇക്വേഷന്റെ പേരാണ് ഇക്വേഷൻ എന്താ പറയാ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, ഇക്വേഷൻ ഓഫ് എന്താണ് കണ്ടിന്യൂറ്റി. ഓക്കെ, ty ആട്ടോ. ഇക്വേഷൻ ഓഫ് എന്താണ് കണ്ടിന്യൂറ്റി. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നും കൂടെ ബ്രീഫ് ആക്കി തരാം. എന്താണ് ഇറ്റ് മീൻസ് ദ ലാർജർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് സ്മോളർ വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോ അതാണ് ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. സോ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് വെരി സിമ്പിൾ. കണ്ടില്ലേ, ഈ v പ്രൊപ്പോർഷണൽ ടു 1/a ഉള്ള ഇതിന്റെ അർത്ഥമാണ് ഇറ്റ് മീൻസ് ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് എന്താ പറയാ ലാർജർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് എന്തായിരിക്കും, ലാർജർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് സ്മോളർ ദ ഏരിയ. ഓക്കെ, സോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടെ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടെ ഈ സാധനം ഇവിടെ കാണിച്ചു തരാം. സോ ഇതാണ്. ഓക്കെ, ഇറ്റ് മീൻസ് ദ ലാർജർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈപ്പ് ദ സ്മോളർ വിൽ ബി ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അതായത് ഏരിയ കൂടുമ്പോൾ അതിനുള്ള വെലോസിറ്റി കുറയും. സോ ദാറ്റ്സ് ഓൾ. സോ ഇതോടുകൂടെ നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്കിനി നാളെ കാണാം. നാളെ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഇത് കേട്ട് ഇത് അറിയാത്ത ഇതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. സോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അത് മതി. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് മൈ റെക്കോർഡിംഗ്.